ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമുക്ക് അടിപൊളി ഒരു കേസരി ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേസരി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ള റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണ് എടുക്കുന്നത് വെച്ചാൽ ആ അളവ് തന്നെ ബാക്കിയുള്ളതൊക്കെ എടുക്കുകയാണെങ്കിൽ കേസരി കറക്റ്റായിട്ട് വരും. ഇപ്പോൾ ഇത് ലൈറ്റായിട്ട് വറുക്കണം, ഒരുപാട് കരിയാൻ പാടില്ല. അതിന് ശേഷം അതേ ചീഞ്ചട്ടിയിൽ ഒരു 2-3 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ ഒരു 2 സ്പൂൺ നെയ്യ് കൂടെ കൂടുതൽ ഒഴിക്കുക കേട്ടോ. അതിന് ശേഷം മുന്തിരി, പിന്നെ കശുവണ്ടി പരിപ്പ്, 2 ഏലക്ക ഒക്കെ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. ലൈറ്റായിട്ട് അത് കളറൊക്കെ മാറുമല്ലോ, ആ സമയത്ത് നമുക്കിതിലേക്ക് ഇപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ റവ എടുക്കുകയാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമില്ല, കുറവായാലാണ് കറക്റ്റ് ആവാതിരിക്കുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് കേസരി വന്ന് നന്നായിട്ട് തിക്കായി പോകും. തിക്കായി കഴിഞ്ഞാൽ കേസരി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം 1.5 ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് മീഡിയം ആയിട്ടുള്ള ഒരു പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം. അതിനുശേഷം നമ്മൾ ഫുഡ് കളറാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ മഞ്ഞ കളറാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് പഞ്ചസാര ഈ വെള്ളത്തിലേക്ക് ചേർന്ന വരയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായി നന്നായിട്ട് തിള വരണ വരെ, ഈ പഞ്ചസാരയൊക്കെ അലിയണ വരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. ഇത്രയേ ഉള്ളൂ. കേസരി വന്ന് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നന്നായി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ റവ അതിലേക്ക് ഇട്ടിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇതിലേക്ക് ഇടാട്ടോ. അപ്പോൾ കുറച്ചും കൂടി കേസരി വന്ന് നല്ല സ്മൂത്തിയാണ്, ടേസ്റ്റിയാണ് ഇരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കേസരി ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2 മിനിറ്റ് കൊണ്ട് കേസരിയൊക്കെ ഇതാണ്ടോ നന്നായി റവ നന്നായി വെന്തിട്ട് ഈ ടെക്സ്ചറിലാവും. അപ്പോൾ നമുക്കിത് ഇറക്കിയെടുക്കാം. ഇഷ്ടമായ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്